എം സ്വരാജ് നോമിനേഷൻ നൽകുന്നതിന് വേണ്ടി എത്തിച്ചേരുന്നു. നോമിനേഷൻ നടപടിക്രമങ്ങൾ നടക്കും. നിയമമനുസരിച്ച് സ്ഥാപിതമായിട്ടുള്ള ICS ഭരണഘടനയോട് ഞാൻ യഥാർത്ഥമായി വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും ഞാൻ നിലനിർത്തുമെന്നും ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. തീർച്ചയായും സ്വരാജിന്റെ പത്രികാ സമർപ്പണ നടന്നുകൊണ്ടിരിക്കുന്ന ആദ്യഘട്ടത്തിൽ സ്വരാജ് നൽകുന്നത്. അതിനുശേഷം എം സ്വരാജ് നോമിനേഷൻ സമർപ്പിക്കുകയാണ്. എൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇനി PV അൻവറും അല്പസമയത്തുള്ള നോമിനേഷന് വേണ്ടിയെത്തും. CV അനുമോദ് നമുക്കൊപ്പം ചേരുന്നു. അനുമോദ്, ഈ PV അൻവറിൻ്റെ നീക്കം എന്താണ്? അൻവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് സാധാരണക്കാരുടെ പിന്തുണയിൽ താൻ നോമിനേഷൻ സമർപ്പിക്കാൻ എത്തുമെന്നാണ്. അൻവർ അത്തരം നീക്കമാണോ ശ്രമിക്കുന്നത്? എന്താണ് അൻവറിൻ്റെ മൂവ്മെന്റ്? സജിത്ത്, അൻവർ കൃത്യമായി താൻ ഒറ്റയ്ക്കാണെന്നും തനിക്കൊപ്പം ഈ നാട്ടുകാർ മാത്രമേ ഉള്ളൂ എന്നും ആവർത്തിക്കുകയും അത് ജനങ്ങളിലേക്ക് കൂടുതൽ ആ സന്ദേശം എത്താനുള്ള നടപടികൾ എടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് അദ്ദേഹത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രം അത്തരത്തിലാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഈ ഒരു നോമിനേഷൻ സമർപ്പണ സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാവുക സാധാരണക്കാരായ ഒരു ഓട്ടോ തൊഴിലാളിയും അതുപോലെ തന്നെ ഒരു മലയോര കർഷകനും അങ്ങനെ സമൂഹത്തിന്റെ താഴേക്കിടയിലുള്ള ദൈനംദിന വരുമാനത്തിന് അധ്വാനിക്കുന്നവരാണ് എന്ന് അദ്ദേഹം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിൽ മറ്റുള്ളവർക്കൊക്കെ വലിയ സന്നാഹങ്ങളുണ്ടെന്നും എനിക്ക് ഈ ഇത്തരം സംവിധാനങ്ങളില്ലെന്നും നിലമ്പൂരിലെ സാധാരണക്കാർ മാത്രമേ ഉള്ളൂ എന്നും അത്തരത്തിലൊരു സന്ദേശം പ്രചരണത്തിന്റെ ഒരു വലിയ ആയുധമാക്കി അല്ലെങ്കിൽ തന്ത്രമായിട്ട് അൻവർ ഉപയോഗിക്കാൻ കൂടി ശ്രമിക്കുകയാണ്. ഈ നേരത്തെ തന്നെ അദ്ദേഹം പറഞ്ഞു വരുന്ന കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അദ്ദേഹം കൃത്യമായിട്ട് രാഷ്ട്രീയ തന്ത്രം ഒരു വശത്ത് പ്രയോഗിക്കുകയും പ്രായോഗിക തലത്തിൽ സാധാരണക്കാരെ ഒപ്പം നിർത്താൻ ശ്രമിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്.
ഈ സ്വരാജിനെതിരെ എന്ത് കാര്യങ്ങൾ പറഞ്ഞാലാണോ ഇവിടെ വികാരം ഉണരുക അല്ലെങ്കിൽ സ്വരാജിനെതിരായിട്ടുള്ള ഒരു വോട്ടിംഗ് നടത്തുക എന്നുള്ളത് കൃത്യമായിട്ട് അൻവർ മനസ്സിലാക്കി അതിന് ശ്രമം നടത്തുന്നു. ഒപ്പം തന്നെ ആര്യാടൻ ഷൗക്കത്തിനെതിരെ എന്തെല്ലാം കാര്യങ്ങൾ പറയുമ്പോൾ ആര്യാടൻ ഈ കോൺഗ്രസിൽ തന്നെ ആര്യാടൻ വിരുദ്ധരുടെ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയും, അവരുടെ അൻവറിനൊപ്പം നിൽക്കുമെന്ന് അൻവറിന് കൃത്യമായിട്ട് അറിയാം. അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുകയും അതോടൊപ്പം നിലമ്പൂരിലെ സാധാരണക്കാർക്ക് വേണ്ടിയാണ് തന്റെ സമ്പാദ്യം മുഴുവൻ ചെലവഴിച്ചതെന്നും താൻ ഈ നിലയിലായത് ഈ ജനപ്രതിനിധിയായിട്ട് നാട്ടിൽ ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ടാണെന്നും അദ്ദേഹം പ്രചരിപ്പിക്കുകയും അതിനൊപ്പം അവരിൽ കുറച്ചു പേരെ തനിക്കൊപ്പം ചേർത്ത് നിർത്തി താൻ അവരിൽ ഒരാളായി മത്സരിക്കുന്നു എന്ന പ്രതീതിയിൽ അദ്ദേഹം പ്രചരണം നടത്തുകയും ചെയ്യുമ്പോൾ അത് ഒരു ജനകീയ മത്സരമായിട്ട് അൻവർ മാറ്റാൻ ശ്രമിക്കും എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ വിലയിരുത്തേണ്ടത്. അൻവറിന്റെ രാഷ്ട്രീയ തന്ത്രങ്ങൾ നമുക്ക് അത്തരത്തിൽ തന്നെ വേണം കാണുവാനും. ശരി, എന്തായാലും നിലമ്പൂര് അതിശക്തമായ രാഷ്ട്രീയ പോരാട്ടത്തിന് കളമൊരുങ്ങിയാണ്. അൻവറും മത്സരരംഗത്തുണ്ട്, സാധാരണക്കാരുടെ പിന്തുണയിൽ ഉണ്ട് എന്നതാണ് അൻവറിന്റെ വാദം. എന്തായാലും